ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിധി അത് തേടിപ്പോകുന്ന അഡ്വഞ്ചർ യാത്ര, അങ്ങനെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലേ? എന്നാ പിന്നെ ഇന്ന് നമുക്ക് നിധി തേടിപ്പോകുന്ന ഒരു കഥ കേട്ടാലോ? ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇസ്രായേലില് ഒരു രാജാവ് ഉണ്ടായിരുന്നു, സോളമൻ. ഈ സോളമൻ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ നിക്ഷേപം അതിനൊരു കണക്കില്ലായിരുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പകുതി മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി പകുതി എവിടെയാണ്? അതുപോലെ തന്നെ ആ നിധിയുടെ ഇടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകം, സമയത്തിന് വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, കാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ബുക്ക്. മാത്രമല്ല അവിടെയുള്ള വേറെയും ചില അമാനുഷികമായ കാര്യങ്ങൾ. ഇതിനെല്ലാം തേടിപ്പോകുന്ന നമ്മുടെ കഥാനായകന്റെയും കഥാനായികയുടെയും സാഹസികമായിട്ടുള്ള യാത്രയാണ്, ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ ആ ഒരു കഥയിലേക്ക് പോവാണ്. സിനിമയുടെ പേര് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ ഒരു മരുഭൂമിയിലാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ കുഴിച്ചെടുത്ത് അവസാനം ഒരാളുടെ കയ്യിൽ ഒരു തലയോട്ടി കിട്ടുകയാണ്. എന്നാൽ അതൊരു സാധാരണ തലയോട്ടി ആയിരുന്നില്ല. പുറത്തെടുത്ത സമയത്ത് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അതൊരു സാധാരണ തലയോട്ടിയല്ല, അതിന്റെ പേരാണ് ക്രിസ്റ്റൽ സ്കൾ. പര്യവേഷണം നടത്തി കുറച്ച് ആൾക്കാർ ഈ സാധനം എടുത്ത സമയത്ത് കുറച്ചപ്പുറത്തൊരു പാറയുടെ മറവിൽ നിന്നുകൊണ്ട് രണ്ടാൾക്കാർ ഇത് കാണുന്നുണ്ട്. നമ്മുടെ കഥാനായകനായിട്ടുള്ള കാർസനും അതുപോലെ അവന്റെ സുഹൃത്തും. ഈ കാർസൻ ബേസിക്കലി ഒരു ലൈബ്രറിയനാണ്. നമ്മുടെ ഈ ഭൂമിയിൽ പുരാതനമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള എന്ത് കാര്യം ഈ ലോകത്തുണ്ടെങ്കിലും അത് എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത് ആ ലൈബ്രറിയിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ചുമതലയാണ് ഈ കാർസന്. എന്തായാലും ഈ കൊള്ളക്കാരുടെ കയ്യിൽ ആ ക്രിസ്റ്റൽ സ്കൾ അതങ്ങനെ നിൽക്കുന്നത് നല്ല കാര്യമല്ല. നൈസായിട്ട് അവരുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റണം. പക്ഷേ ഇതെങ്ങനെ ചെയ്യുമെന്ന് കാർസിന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്. അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർസിൻ ഇപ്പോൾ ഒരു കയറെടുത്ത് നേരെ താഴേക്ക് ഇടുകയാണ്. ഇതേ സമയത്ത് ആ കൊള്ളക്കാരാണെങ്കിലോ അവർക്ക് കിട്ടിയ ആ ഒരു ക്രിസ്റ്റൽ സ്കൾ ഉണ്ടല്ലോ, അത് പതിയെ ഒരു ഭാഗത്ത് വെച്ച് അവരുടെ ബാക്കിയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിയെ ആ ഒരു കയറിലൂടെ ഇറങ്ങിയ കാർസിനും അവന്റെ കൂട്ടുകാരനും നൈസായിട്ട് സാധനം ബേഗിലാക്കുക. എന്ന് ഇത് കിട്ടിയ വേഗം അവിടുന്ന് പോകണ്ടേ. അതേ കാർസിന് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ സവിശേഷമായിട്ടുള്ള മറ്റൊരു കല്ല് അവിടുന്ന് കാണാൻ അവന് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നി. ഇതുകൂടെ എനിക്ക് വേണമെന്ന് അത് എടുക്കാൻ നിൽക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ പറയണം, എന്റെ പൊന്നു കാർസ, ഇതുപോലുള്ള വേറെ സാധനം എന്റെ കയ്യിലുണ്ട്, ഞാനത് നിനക്ക് തരാം. അതൊന്നും പറ്റില്ല, എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കാർസൻ ഭയങ്കര വാശി പിടിച്ച് അതെടുക്കാൻ നോക്കുമ്പോൾ ഇച്ചിരി ശബ്ദം ഉണ്ടാകുകയാണ്. കൊള്ളക്കാർ ഇത് കാണുന്നുണ്ട്. പിന്നെ കാർസനും അവന്റെ കൂട്ടുകാരനും അവിടെ നിൽക്കാൻ പറ്റും. ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയിൽ കയറുകയാണ്. രണ്ടുപേരും ആ ഒരു വഴിയിലൂടെ കുതിരനെ പാച്ചു പോകുമ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ ബൈക്ക് കൊണ്ടും അതുപോലെ തന്നെ കാർ കൊണ്ടും ജീപ്പ് കൊണ്ടും ഈ കൊള്ളക്കാര് ഇവരെ ഫോളോ ചെയ്തു വരികയാണ്. ഇതിങ്ങനെ ഈ വഴിയിലൂടെ പോയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് കാർസനും കൂട്ടുകാരനും കൂടെ കുതിരയെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കാട്ടിലേക്ക് കയറ്റുകയാണ്. അതിലൂടെ ബൈക്ക് മാറ്റി കൊള്ളക്കാർക്ക് അത്ര നൈസായിട്ട് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വണ്ടികളൊക്കെ അവിടെ സ്റ്റെക്കായി പോകുന്നത്. എന്തായാലും ഇപ്പൊ തൽക്കാലം ഇവരുടെ പിന്നാലെ ആ ഒരു കൊള്ളക്കാരൊന്നുമില്ല. ഒരു ഗ്യാപ്പ് കിട്ടി രണ്ടുപേരും നല്ല വേഗത്തിൽ മുന്നോട്ടേക്ക് പോവാണ്. പോയി അവസാനം ഒരു ഡെഡ് എൻഡിലെത്തുകയാണ്. അങ്ങനെ വെച്ചാൽ ഒരു വലിയ കൊക്കയുടെ മുന്നിൽ. ഇനി എങ്ങോട്ടൊക്കെ പോയാലും, വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും എല്ലായിടത്തും കൊക്കയാണ്. അപ്പൊ ഇവിടെ വെച്ച് വേറൊരു നിവൃത്തിയില്ല. കൂട്ടുകാരനോട് കാർസൻ എടുത്ത് ചാടിക്കുമെന്ന് പറയാണ്. എന്തിന്റെ ധൈര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും അറിയില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു കൊക്കയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോഴേക്കും കൊള്ളക്കാർ അവിടെ എത്തിയെങ്കിലും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അവര് എന്തായാലും താഴേക്ക് ചാടിയ കാർസനും അവന്റെ കൂട്ടുകാരനും കൂടെ നേരെ ഒരു വെള്ളത്തിലേക്കാണ് വന്ന് വീണത്. ഒരു വിധത്തിൽ ഇവര് നീന്തി കരയിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കണം, എടാ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിഞ്ഞത്? ഇപ്പൊ കാർസൻ പറയണത്, എടോ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നല്ല മഴ പെയ്യും, സോ ഇവിടെ എന്തായാലും ഇതുപോലൊരു വെള്ളക്കെട്ട് ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ പറയണത്, എന്റെ പൊന്നു മൊയന്തുണ്ണിയെ, ജനുവരിയും ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞിട്ട് 7-8 മാസമായിട്ടുണ്ട്. ഇതിപ്പോ സെപ്റ്റംബർ ആണോ? ഈ സമയത്ത് എവിടുന്ന മഴ? സെപ്റ്റംബർ ആണോ? അയ്യോ, എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ മണ്ടന്റെ വാക്കും കേട്ട് ഇനി ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണമെന്ന് കാർസിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവിടെ സീൻ കേട്ട അടുത്ത സീനിൽ ഈജിപ്തിൽ കാണിക്കുകയാണ്. അവിടുത്തെ ആ ഒരു തെരുവിലൂടെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പിന്നാലെ ആരോ വരുന്നുണ്ട്. അയാൾ നല്ല പേടിച്ചിട്ടുണ്ട്. ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ തന്റെ പിന്നിൽ ആരും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ വൃദ്ധനുണ്ടല്ലോ അവിടെ കണ്ട ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പാർസൽ കൊടുത്തിട്ട് പറയാണ്, മോനെ ഇത് നീ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അതിൽ എഴുതിയ അഡ്രസ്സിലേക്ക് അയക്കണം. പിന്നീട് അവന്റെ കയ്യിൽ കുറച്ച് കാശും കൊടുത്ത് ആ ഒരു പാർസൽ അയച്ചിട്ട് ബാക്കിയുള്ള കാശ് മോൻ എടുത്തോന്ന് പറയണം. എന്നാ പിന്നെ വേഗം ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ പറഞ്ഞേക്കാണ്. അവനും വേഗം ആ ഒരു പാർസലുമായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് ഓടുകയാണ്. പിന്നീട് ഈ ഒരു വൃദ്ധൻ ഓടുന്നതിന്റെ ഇടയിൽ ഇയാളുടെ പിന്നാലെ വന്ന കുറച്ച് ആൾക്കാർ ഇയാളെ കൈയോടെ പിടിക്കുകയാണ്. നല്ല അടിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇയാളുടെ പാന്റിന്റെയും ഷർട്ടിന്റെയും എല്ലാം പോക്കറ്റ് പരിശോധിച്ചു നോക്കുകയാണ്. അതായത് നേരത്തെ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ച പാർസൽ ഉണ്ടല്ലോ, അതാണ് ഇവന്മാർക്ക് വേണ്ടത്. എന്തായാലും ഇവരുടെ ലീഡറായിട്ടുള്ള ജനറൽ സാമിർ അങ്ങോട്ടേക്ക് വന്നിട്ട് എവിടാ അതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കൊന്നാലും ഞാൻ പറയില്ല എന്ന് ഈ ഒരു വൃദ്ധം പറയാണ്. എന്നാൽ ശരി, നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഇവരെല്ലാവരും കൂടെ ആ പാവത്തിനെ അടിച്ച് കൊന്നുകളയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് ആ ഒരു പാർസൽ കയ്യിൽ കിട്ടിയിരിക്കണം. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും അത് വേഗം പോയി തപ്പിയെടുക്കാൻ പറയാണ്. ഇതേ സമയത്തിന് ഈ മരിച്ചു കിടക്കുന്ന ഈ വൃദ്ധനുണ്ടല്ലോ, ഇയാളുടെ കഴുത്തിലായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡോളർ, ഒരു ചിഹ്നം കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള കാർസനെ കാണിക്കുകയാണ്. പിന്നീട് അവൻ ജോലി ചെയ്യുന്ന ആ ലൈബ്രറിയിലേക്ക് അവൻ ചെല്ലുകയാണ്. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള കാരോളിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാരോളിൻ അവനായിട്ട് വന്ന ആ ഒരു പാർസൽ ഇപ്പൊ കാർസന് കൊടുക്കുകയാണ്. അതായത് നേരത്തെ ആ ഒരു വൃദ്ധൻ ഈജിപ്തിൽ നിന്നും ഒരു കൊറിയർ
അയച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഈ കാർസിന്റെ പേരിലായിരുന്നു. എന്തായാലും ഇതിപ്പോ അവന്റെ കയ്യിൽ കിട്ടി. ഇതിനുശേഷം അവൻ നേരെ കുറെ ബുക്കുകളൊക്കെ വെച്ച ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകം എടുക്കുകയാണ്. അവിടെ തന്നെ ഒരു കാവൽക്കാരനുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു പുസ്തകം എടുത്ത സമയത്ത് അവിടെ രഹസ്യമായിട്ടുള്ള ഒരു ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കാർസൻ കയറുകയാണ്. നേരെ പിന്നീട് താഴേക്ക് പോവാണ്. ഇവിടെ വലിയൊരു ഹാള് തന്നെ ഉണ്ട്. ഈ ഹാളിലാണ് ലോകത്തിലെ പലതരം മൂല്യമായിട്ടുള്ള വസ്തുക്കളുള്ളത്. എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ കിങ് ഓർദറിന്റെ കല്ലിൽ തറച്ചു നിൽക്കുന്ന വാള്, അതുപോലെ തന്നെ ഗ്രീക്ക് ഗോഡായിട്ടുള്ള പൊസീഡിയന്റെ ആ ഒരു കുന്തം, അങ്ങനെ പുരാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലൈബ്രറിയിലുണ്ട്. എന്തായാലും ഇവിടുത്തെ ഓൾഡ് സ്റ്റാഫ് ആയിട്ടുള്ള ജൂഡ്സൺ അങ്ങോട്ടേക്ക് വന്നിട്ട് കാർസനോട് കൂടെ വരാൻ വേണ്ടി പറയണം. അങ്ങനെ കാർസനും ഇയാളുടെ പിന്നിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചുമര് ഓപ്പൺ ആവുന്നുണ്ട്. 1.5 വർഷമായിട്ട് കാർസൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതുപോലൊരു സ്ഥലം ഇതുവരെയായിട്ടും അവൻ കണ്ടിട്ടില്ല. നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ജൂഡ്സൺ ഇപ്പോൾ കാർസനെയും കൂട്ടിയിട്ട് രഹസ്യമായിട്ടുള്ള ആ അറയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ കാർസൻ കണ്ടുപിടിച്ച ആ ഒരു ക്രിസ്റ്റൽ സ്കൾ ഉണ്ടല്ലോ, അത് അവിടെ വെക്കാൻ വേണ്ടി പറയാം. എന്തായാലും കാർസൻ ആ ഒരു ക്രിസ്റ്റൽ സ്കൾ അവിടെ വെക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ജൂഡ്സൺ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കിട്ടിയ പാട് തന്നെ നീ അവിടുന്ന് വരണമായിരുന്നു. നീ അവിടുന്ന് ആ ഒരു കല്ല് എടുക്കാൻ നോക്കിയത് കൊണ്ടല്ലേ കൂടുതൽ പ്രശ്നം ഉണ്ടായത്. ഓവറായിട്ട് റിസ്ക് എടുക്കരുത്. നീ ഒരു നല്ല ലൈബ്രറിയൻ ആണ്, പക്ഷേ എന്നെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കരുത് എന്ന് പറയണം. ഇതേ സമയത്തിന് കാർസൻ പറയണം, എന്തായാലും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്തത്, പിന്നെന്താ ആ ഒരു കല്ല് കൂടെ എടുത്താൽ. പക്ഷേ ഈ ഒരു വൃദ്ധനായിട്ടുള്ള ഇയാൾ പറയാണ്, മോനെ എന്ത് ചെയ്യാണെങ്കിലും നന്നായിട്ട് ഒന്ന് ചിന്തിക്കണം, അതിന്റെ വരും വരായികകൾ അതിനെക്കുറിച്ച് മോൻ നല്ലോണം ആലോചിക്കണമെന്ന് ഈ ജൂഡ്സൺ കാർസനോട് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു കാർസൻ അവന്റെ വീട്ടിലേക്ക്, അതായത് അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്നപ്പോൾ ആദ്യം ഇരുട്ടായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ഒച്ചയും ബഹളവും. നോക്കുമ്പോൾ എന്താ അവന്റെ അമ്മയും കുടുംബക്കാരും ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ കൂടി ചേർന്നിരിക്കുകയാണ്. കാരണം എന്താ, കാർസന്റെ ബർത്ത്ഡേ ആണെന്ന്. എന്തായാലും ഇങ്ങനെയൊന്നും അവൻ പ്രതീക്ഷയില്ല, ആകെ സർപ്രൈസ് ആയി പോവാണ്. അതിന്റെ കൂടെ തന്നെ അവന്റെ അമ്മയുണ്ടല്ലോ, അവനായിട്ട് പെണ്ണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഇതേ നേരം തന്നെ കാർസന്റെ അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ജെറി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്കിൾ ജെറിയെ ഒരുപാട് ഇഷ്ടമാണ് ഈ കാർസന്. കാരണം എന്താ, അച്ഛന്റെ ഉറ്റ ചങ്ങാതിയാണ്. ഇപ്പൊ ഒരു ഗിഫ്റ്റ് കാർസന് കൊടുക്കുകയാണ്. അതായത് അങ്കിൾ ജെറിയും അവന്റെ അച്ഛനും ചെറുപ്പത്തിൽ ഒരുമിച്ച് നിന്നെടുത്തൊരു ഫോട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അങ്കിൾ ജെറി പറയുന്നുണ്ട്. അവന്റെ അച്ഛനും അതുപോലെ തന്നെ ഈ ജെറിയും ഒരുമിച്ചായിരുന്നു നേവിയിൽ വർക്ക് ചെയ്തത്. എന്ന ഒരു അപകടത്തിൽ അവന്റെ അച്ഛൻ മരിച്ചുപോയി. മാത്രമല്ല വേറൊരു തമാശയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് പിറകാലം നടന്നെങ്കിലും എനിക്ക് ആ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. പക്ഷേ നിന്റെ അച്ഛൻ ആ ഒരു പെൺകുട്ടിയെ കിട്ടി. അത് മറ്റാരുമല്ലടാ, നിന്റെ അമ്മ തന്നെയാണ്. അങ്ങനെ അച്ഛനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്കിൾ ജെറി ഇപ്പോൾ നമ്മുടെ കാർസന് പറഞ്ഞു കൊടുക്കുകയാണ്. പാർട്ടിയെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. കാർസൻ ഇപ്പോൾ അവന്റെ ആ ഒരു മുറിയിൽ പോയിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. അവന്റെ അച്ഛനെ അവന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛന്റെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അവൻ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണ് എങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് ഉഷാറായി നിൽക്കുക. ഇപ്പൊ കാർസൻ പറയാണ്, അമ്മേ എനിക്കിപ്പോ 32 വയസ്സായി. എന്റെ ഇതേ പ്രായത്തിലാണല്ലോ അച്ഛൻ മരിച്ചുപോയത്. എനിക്ക് വല്ലാതെ മിസ്സാവുന്ന അമ്മ എന്റെ അച്ഛനെ. നമുക്ക് ഓർമ്മയുണ്ടോ, അച്ഛൻ ചെറുപ്പത്തിൽ ഒരുപാട് കഥ പറഞ്ഞുതരും. അപ്പൊ അച്ഛൻ കഥ പറഞ്ഞു തരുമ്പോൾ ആ കഥയിലെ ചിത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ വരക്കുമായിരുന്നു. എന്തൊരു രസമായിരുന്നു ആ ഒരു സമയമൊക്കെ അല്ലേ. ഇപ്പൊ കാർസന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പെട്ടി തുറക്കുകയാണ്. ആ പെട്ടിയിൽ നിന്നും അവന്റെ അച്ഛന്റെ ഒരു മാലയും അതിന്റെ ഒരു ലോക്കറ്റൊക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, മോനെ ഇത് നിന്റെ അച്ഛന്റെ കുടുംബത്തിന്റെ ഒരു ട്രഷറാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കൊടുത്തതാണ്. അതങ്ങനെ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു കുടുംബസ്വത്താണിത്. ഇനി ഇത് മോനിക്കുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ കാർസൻ പറഞ്ഞല്ലോ, അച്ഛൻ ചെറുപ്പത്തിൽ കഥ പറഞ്ഞു തരുമ്പോൾ അതുപോലെ ചിത്രങ്ങൾ കാർസൻ വരക്കുമായിരുന്നത്. ആ ഒറ്റ ചിത്രവും അവന്റെ അമ്മ കളഞ്ഞിട്ടില്ല. എല്ലാം ആ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ കാർസൻ ആകെ ഞെട്ടിപ്പോണ്. അമ്മ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമായി. അവനിപ്പോ അവിടുന്ന് അവന്റെ അമ്മയുടെ ആ ഒരു വീട്ടിൽ നിന്നും അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അതായത് വേറൊരു സ്ഥലത്താണ് കാർസൻ താമസിക്കുന്നത്. പോകുന്ന വഴിയിൽ അവനിന്ന് പാർസൽ വന്നായിരുന്നല്ലോ, ആ ഈജിപ്തുകാരൻ അയച്ച് ആ പാർസൽ അവൻ തുറന്നു വെക്കാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പൊ കാർസന്റെ അമ്മ അവനൊരു ലോക്കറ്റ് കൊടുത്തായിരുന്നല്ലോ, ആ ലോക്കറ്റും ആ ഈജിപ്തിൽ നമ്മൾ കണ്ട ആളുടെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും കാർസൻ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് അവൻ ആ ഒരു പാർസൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പഴയ പേപ്പർ ഒന്നും തിരിയാത്ത കോലത്തിൽ എന്തൊക്കെയോ അതിലിങ്ങനെ ഡോട്ടഡ് ആയിട്ടുണ്ട്. ഇതെന്തായിരിക്കും എന്ന് കരുതിയിട്ട് കാർസൻ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ മുറിയൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. ആരോ വന്നിട്ട് ഇവിടുന്ന് മുഴുവനായിട്ടും തപ്പിയെടുത്തതുപോലെ അവന് തോന്നുകയാണ്. ചെറിയൊരു പേടി തോന്നിയത് കൊണ്ട് തന്നെ കാർസൻ വേഗം തന്നെ ഈ ഒരു കാര്യം ജൂഡ്സനെ വിളിച്ച് പറയാണ്. നീ എവിടെ വെക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് ജൂഡ്സൻ പറയാണ്. ഇതേ നേരം തന്നെ പിറകിൽ നിന്നും ആരോ ഒരാൾ കാർസന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കണം. ആ അടിയിൽ അവന്റെ ബോധം പോയി. മാത്രമല്ല ഇപ്പൊ കാർസന് പാർസൽ വന്ന ആ ഒരു പൊതിയുണ്ടല്ലോ, അതും ഈ ഒരാൾ എടുത്തുകൊണ്ട് വേണം. ഈ അടിച്ചാൾ മറ്റാരുമല്ല, ആ ഒരു വൃദ്ധനെ കൊന്ന ആളുണ്ടല്ലോ, ജനറൽ സാംബർ, അയാൾ തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാർസന്റെ വീട്ടിലേക്ക് ജഡ്സൺ എത്തുന്നത്. വന്നു നോക്കുമ്പോൾ ബോധമില്ലാത്ത കാർസനെ കാണുന്നത് വേഗം വിളിച്ചുണർത്തി. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, എനിക്ക് ഈജിപ്തിൽ നിന്നും ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അത് നോക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പൊ ആരും എന്റെ തലക്കടിച്ചു. ആ വന്ന സാധനം ഒന്ന് കാണിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ജോഡ്സൺ അത് ചോദിച്ചപ്പോൾ കാർസൻ എടുക്കാൻ നോക്കുമ്പോൾ അത് അവന്റെ കീശയിലില്ല. അവൻ ആക്രമിച്ച ആള് അത് എടുത്തു കൊണ്ടുപോയിന്ന് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അതിൽ എന്താ ഉണ്ടായിരുന്നെന്ന് ജോഡ്സൺ ചോദിക്കാം. കാർസന് വലിയ വ്യക്തതയൊന്നുമില്ല എന്താണ് അത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അവന് ഓർമ്മയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ജോഡ്സന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇസ്രായേലിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കിങ് സോളമൻ. അന്ന് ആ കാലഘട്ടത്തിൽ നിന്നല്ല, ഏതൊരു കാലഘട്ടം എടുത്താലും അയാളുടെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്ന സമ്പത്ത് അത്രയൊന്നും വേറെ ആരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാലം
കാലങ്ങൾ കടന്നുപോയി, അയാളുടെ ആ ഒരു സാമ്രാജ്യം തകർന്നുപോയി. എന്നാൽ അയാളുടെ ആ ഒരു നിധിശേഖരത്തിന്റെ പകുതി മാത്രമേ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ. ബാക്കി പകുതി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് പാർസല് വന്നത് ആ നിധിയിലേക്ക് എത്താനുള്ള ഒരു മാപ്പാണ്. എന്നാൽ ആ മാപ്പ് വഴി കാണിക്കാൻ പോകുന്നത് വെറും ആ ഒരു നിധിയിലേക്ക് മാത്രമല്ല. കിങ് സോളമൻ മറച്ചു വെച്ച ഒരു പുസ്തകമുണ്ട്. പ്രാചീനമായ പല ശക്തികളും ആ ഒരു പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം കൊണ്ട് സമയത്തിനെയും നമ്മുടെ ഈ ഒരു സ്പേസിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാം, കാലത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ട്രഷറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കൂടെ അതിന്റെ പിന്നിലുണ്ട്. ആ പുസ്തകം തേടി നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ ആ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ ഓൺ ആയിട്ടുണ്ടെങ്കിൽ കിങ് സോളമന്റെ ഒരുപാട് വരുന്ന സൈന്യമുണ്ട്. ആ സൈന്യമെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അത് നമ്മുടെ ഈ ലോകത്തിന് അത്ര നല്ലതായിരിക്കില്ല. സോ ഒരിക്കലും ഈ മാപ്പ്, ആ നിധിയിലേക്കുള്ള വഴി, ഇതൊന്നും അവർക്ക് അറിയാൻ പാടില്ല. ദുഷ്ടശക്തികളുടെ കയ്യിൽ ഇതൊന്നും കിട്ടാനേ പാടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവരെടുത്തുകൊണ്ടുപോയ ഈ മാപ്പ് ഉണ്ടല്ലോ, അതിലെ ആ ഒരു കാര്യങ്ങൾ, രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ചാവി വേണം. ആ ചാവി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാപ്പിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ നേരെ ഇസ്രായേലിലേക്ക് പോകണം. അവിടെ കിങ് സോളമന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നീ ആ ഒരു ചാവി കണ്ടുപിടിച്ച് ലൈബ്രറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇപ്പൊ ജൂഡ്സൺ പറയണം. അങ്ങനെ ഈ ചുമതല ഏറ്റെടുത്ത കാർസൺ നേരെ ഇസ്രായേലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പോകാനുള്ള ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കരോളിനാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കരോളിന്റെ അടുത്തേക്ക് ജൂഡ്സൺ പെട്ടെന്ന് വന്നിട്ട് പറയാണ്, നീ ഒന്നും അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ കരോളിൻ പറയാണ്, പറയണ്ട, അത് പതിയെ പതിയെ അവൻ മനസ്സിലാക്കി എടുത്തോട്ടെ. അതായത് എന്തോ ഒരു രഹസ്യം ഇവർക്കറിയാവുന്ന കാര്യം നമ്മുടെ കാർസന് അറിയില്ല. അങ്ങനെ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയ കാർസൺ നേരെ പോകുന്നത് ആ പഴയ അവശിഷ്ടങ്ങളുണ്ടല്ലോ, കിങ് സോളമന്റെ കൊട്ടാരത്തിന്റെയും അയാളുടെ ആ ഒരു നാട്ടുരാജ്യത്തിന്റെ ഒക്കെ, അങ്ങോട്ടേക്ക് ഇപ്പൊ കാർസൺ എത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ ചില പര്യവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ അതിലൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് കാർസൺ. ഇപ്പൊ ഒരു ലേഡി എമിലി അങ്ങോട്ടേക്ക് വരികയാണ്. നീ ആരാ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ കാർസൺ ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് കാർസൺ ചോദിക്കാം. ഇപ്പൊ എമിലി പറയാണ്, ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഈ ഒരു സ്ഥലം ഒരു 3 മാസത്തേക്ക് ലീസിന് എടുത്തിരിക്കുകയാണ് എന്റെ പര്യവേഷണങ്ങൾക്ക് വേണ്ടി. സോ ഇത് എന്റെ പ്രോപ്പർട്ടി എന്ന് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നോന്ന് കാർസനോട് പറയണം. ഓക്കെ, ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാർസൻ അവിടുന്ന് പോവാണ്. ഇവര് രണ്ടുപേരും ഇവിടുന്ന് സംസാരിക്കുന്ന കാര്യം അവിടെ പണിയെടുക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് അഹമ്മദ് എന്നാണ്. എന്തായാലും രാത്രിയായി, ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാർസൻ ഇതേ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. എന്നാൽ കാർസൻ അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ എമിലി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എമിലി പറയാണ്, എടാ എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, രാത്രിയാകുമ്പോൾ നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ട് 3 മാസത്തേക്ക് ഈ ഏരിയയുടെ മുഴുവൻ അധികാരം എനിക്കാണ്. അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കണമെങ്കിൽ മര്യാദക്ക് പറഞ്ഞു, നീ ആരാണ്, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ വെച്ച് സത്യം പറയല്ലാതെ കാർസന് വേറൊരു വഴിയില്ല. അങ്ങനെ എമിലിയും കൂട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ കിങ് സോളമന്റെ ആ ഒരു നിധിയും അതിലേക്കുള്ള ആ ഒരു മാപ്പ്, മാത്രമല്ല അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പുസ്തകം, അവിടെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ, ഇതെല്ലാം കാർസൽ എമിലിയോട് പറയുമ്പോൾ എമിലി പറയാണ്, എടോ ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ, പര്യവേഷണം എന്ന രീതിയിൽ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊരു ലോജിക്ക് ഉണ്ട്. പക്ഷെ കാർസൻ, നീ പറയുന്ന കാര്യത്തിന് യാതൊരു ലോജിക്കും ഇല്ലല്ലോ. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കാർസൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിലിട്ട് പതിയൊരു തട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു തട്ടില് അവിടെ ഒരു വാതിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന എമിലിയോട് കാർസൻ പറയാണ്, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു വാതിലുള്ളത് നീ കാണുന്നത്? അതേന്ന് എമിലി പറയാണ്, അപ്പൊ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും ആ വാതിലിന്റെ ഉള്ളിലൂടെ രണ്ടുപേരും ഉള്ളിലേക്ക് പോയ സമയത്ത് പഴയ കാലത്തെ ഒരു ശവപ്പെട്ടി, ശവകുടീരം കാണുകയാണ്. അതിന്റെ അരികിലായിട്ട് തന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഗോളം, ഒരു എന്താ പറയാ ഗ്ലോബ് പോലെ എന്തോന്ന്, അതിന്റെ ആ ഒരു ഷേപ്പ് ഒന്നും അത് പ്രോപ്പർ ആയിട്ടല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അതിന്റേതായ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കാർസൻ മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ മുകളിൽ ആ ഒരു ടോപ്പ് തുറന്നു വന്നു. അത് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ കാർസൻ തേടി വന്ന ആ ഒരു ചാവി ഉണ്ടല്ലോ, അതിന്റെ പാതി കഷ്ണം ഇതിന്റെ ഉള്ളിൽ പാതി കിട്ടി. അപ്പോ ഇതിന്റെ ബാക്കി ഇനി എവിടുന്ന് കിട്ടും എന്നിങ്ങനെ എമിലി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഇവര് രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇന്ന് രാവിലെ പര്യവേഷണം നടത്തുന്ന സ്ഥലത്ത് കാർസനും എമിലിയും സംസാരിച്ചപ്പോൾ അഹമ്മദ് എന്ന് വരുന്ന ഒരാള് ഇവരെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നല്ലോ, അതേ അഹമ്മദ് തന്നെയാണ്. ഇവരെ കൊല്ലാൻ നോക്കി കാർസന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാവി ഇയാൾ കൈക്കലാക്കുകയാണ്. മാത്രമല്ല ഇതിനുശേഷം കാർസനെ അയാളുടെ ആയുധം വെച്ച് ആക്രമിക്കാൻ നോക്കുമ്പോൾ പരമാവധി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കാർസൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ കാർസനെ രക്ഷപ്പെടുത്താൻ എമിലി എന്തോന്ന് കയ്യിൽ കിട്ടി അത് വെച്ച് ഇയാൾ അടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യനുണ്ടല്ലോ അഹമ്മദ്, കാർസന്റെ നെഞ്ചിലുണ്ടായിരുന്ന ആ ഒരു ലോക്കറ്റ് അതിപ്പോ കാണുകയാണ്. അത് തിളങ്ങുന്നുണ്ട്. കണ്ട പാട് തന്നെ ഇയാളൊന്ന് ഞെട്ടി പിന്നിലേക്ക് വലിയാണ്. ഇയാളാകെ ഷോക്കായി നിൽക്കുമ്പോൾ കാർസൻ എന്താ കാര്യം ചോദിക്കുമ്പോൾ നീയും അപ്പൊ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണല്ലേ? ഒന്നും മനസ്സിലാവാതെ കാർസൻ അഹമ്മദിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അഹമ്മദ് പറയാണ്, സോളമൻ രാജാവിന്റെ അമൂല്യമായ ആ ഒരു നിധി, ആ പുസ്തകം, ഇതിനെല്ലാം സംരക്ഷിക്കുന്ന ഒരു വംശം ഉണ്ടായിരുന്നു. അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ മാലയും അതിന്റെ ആ ഒരു ലോക്കറ്റും. അപ്പോ ഈ ലോക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീയും അവരിൽപ്പെട്ട ആളാണല്ലേ? ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അഹമ്മദ് ഈ അടിച്ചെടുത്ത ആ ഒരു കീ ഉണ്ടല്ലോ ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ബാക്കി കഷ്ണം എവിടെയാണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ചില ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേൾക്കാണ്. വേഗം തന്നെ അഹമ്മദ് അവിടെ ഉണ്ടായിരുന്ന രഹസ്യ വഴി ഇവർക്ക് കാണിച്ചു കൊടുത്ത് അതിലൂടെ പൊക്കോന്ന് പറയാണ്. പരമാവധി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് ഇപ്പൊ അഹമ്മദ് ആ വരുന്ന ആൾക്കാരെ നേരിടുകയാണ്. വരുന്നത് ആരാണ്? ജനറൽ സാമിറും അയാളുടെ ആൾക്കാരുമായിരുന്നു. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ കാർസനും എമിലിയും കൂടെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം. അവർക്ക് കിട്ടിയ വണ്ടിയിൽ കയറി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ കാർസൻ ചോദിക്കുകയാണ്, അല്ല എമിലി, നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? നിനക്ക് നിന്റെ വഴിക്ക് പോയിക്കൂടെ? ഇപ്പൊ എമിലി
പറയാണ്, ഞാൻ ഇവിടെ പര്യവേഷണം നടത്തുന്ന സമയത്ത് ഒരുപാട് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞ കഥ അത് ഒരു പുതിയ സംഭവമാണ്. എനിക്ക് എന്തായാലും അതിന്റെ ആ ഒരു സത്യാവസ്ഥ അതറിയാതെ ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരുന്നു പറയാണ്. എന്തായാലും നഗരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഇവർ വന്നിറങ്ങി അവിടുന്ന് ഒരു ഷെയർ ഓട്ടോയും പിടിച്ച് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഇവർ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ കാർസന്റെ ആദ്യത്തെ ലൈനായിരുന്നു. അവരും അവരുടെ ഒരു ഹസ്ബൻഡും കൂടെ ഈ സ്ഥലത്തേക്ക് ഹണിമൂൺ ട്രിപ്പിന് വന്നതാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടി കാർസനോട് ഓരോന്ന് സംസാരിച്ച് കൂടെയുള്ളത് ആരാന്ന് ചോദിച്ചപ്പോ വേറെന്ത് പറയാനാ, ഭാര്യ എന്ന് പറയാം. ഇപ്പൊ എമിലി നമ്മുടെ കാർസനെ നോക്കുന്നുണ്ട്, നിനക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ലല്ലടാ. എന്തായാലും ഇവർ ആ ഒരു ലൊക്കേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ജനറൽ സാമറിന്റെ ആൾക്കാർ അഹമ്മദിനെ അടിച്ചൊരു പരിവാക്കിയിട്ട് ഇവന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവാണ്. കുട്ടികളെയും ഭാര്യയും കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ആ രഹസ്യം പറഞ്ഞു എന്ന് പറയണ. ഏത് രഹസ്യം? ആ ഒരു ചാവി ഇപ്പൊ കാർസന്റെ കയ്യിൽ കിട്ടിയില്ലേ, അതിന്റെ രണ്ടാമത്തെ കഷ്ണം അത് എവിടെയാണെന്ന് ഈ അഹമ്മദിനെ അറിയായിരുന്നു. അഹമ്മദ് അത് പറഞ്ഞു കൊടുത്തില്ലേ. ആ ലൊക്കേഷൻ ഏതാന്ന് ചോദിക്കുകയാണ്. ഭാര്യയുടെയും മക്കളുടെയും ജീവന്റെ കാര്യം ഓർത്തിട്ട് ഇതിന്റെയൊക്കെ പ്രൊട്ടക്ടർ ആയിരുന്നിട്ട് കൂടി അഹമ്മദിന് അത് പറയേണ്ടി വന്നു. ഇതേ നേരാണെങ്കിൽ കാർസനും എമിലിയും കൂടിയിട്ട് അവർ ആ ഒരു ഷെയർ ഓട്ടോയിൽ പോയില്ലേ, അവർ ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നിറങ്ങുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നടന്നു വേണം പോകാനായിട്ട്. ഇറങ്ങിയ പാട് തന്നെ ഏതോ ഒരു വലിയ മൈതാനത്തിലൂടെ ഇവർ കുറേ നേരം നടന്നു. പിന്നെ ഒരു മരുഭൂമിയുടെ ഭാഗത്തേക്ക് എത്തുകയാണ്. പോകുന്ന വഴിയിൽ യാദൃശികമായിട്ട് ഇവർ മറ്റൊരു കാഴ്ച കാണാം. ഇങ്ങോട്ടേക്ക് വന്ന ജോമോ എന്നൊരാള്, ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ട്രൈബ് എന്തോ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഇയാൾ ഒരു കുഴിയിൽ കുഴിച്ചു മൂടി തല മാത്രം പുറത്തേക്ക് വെച്ചിരിക്കുക. ചാകാൻ വിട്ടിട്ട് അവരെങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്തായാലും ജോമോയെ കാർസനും എമിലിയും രക്ഷപ്പെടുത്താണ്. ഇപ്പൊ ജോമോ പറയണം, എന്റെ ജീവൻ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടുത്തി. ഇനി നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തുതരാന്ന് പറയണം. ഇപ്പൊ കാർസന് ആ ഒരു അഡ്രസ്സ് കാണിച്ചു കൊടുക്കണം. അതായത് ആ ഒരു ലൊക്കേഷൻ, അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയണം. ആയിക്കോട്ടെ, എനിക്ക് അറിയുന്ന സ്ഥലം, ഞാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ജോമോ കാർസനെയും എമിലിയും നേരെ അങ്ങോട്ട് കൊണ്ടുപോകാണ്. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നദി കാണുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഒരു ചെറിയ പഴയ തോണി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 3 പേരും അതിൽ കയറിയിട്ട് പയ്യെ ഇങ്ങനെ തൊഴിഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും കുമിളകൾ ഗുളു 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 എന്നിട്ട് മേലേക്ക് വരുന്നുണ്ട്. അത് ഒരു സ്ഥലത്തു നിന്നല്ല, പല ഭാഗത്തുനിന്നും. ഇതെന്താന്ന് കാർസൻ ചോദിച്ചപ്പോ ഈ നദിയിൽ ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ്. ഇപ്പൊ അതിലൊരെണ്ണം വേഗം മണ്ണാക്കം പൊളിച്ച് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഹിപ്പോപ്പൊട്ടാമസോ അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ. ഇത് കണ്ട് ആകെ ഭയന്നു പോയ നമ്മുടെ കാർസനും എമിലി ഇതിനിപ്പോ എങ്ങനെയാ രക്ഷപ്പെടുക എന്ന് ചോദിച്ചപ്പോ ജോമോ പറയാണ്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ശബ്ദം ഉണ്ടാക്കുക, അപ്പൊ ഇറ്റുങ്ങൾ പോയിക്കോളുന്നു. പരമാവധി ഇപ്പൊ കാർസൻ ശബ്ദം ഉണ്ടാക്കിയപ്പോ ഈ ശബ്ദം കേട്ട് ബാക്കിയുള്ള ജീവികളുടെ തലപൊക്കി വരികയാണ്. ഇതെല്ലാം കൂടെ കണ്ട സമയത്ത് ഇവൻ അലറി കരയാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ജോമോ ഇവന്റെ ബേഗിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് ഈറ്റങ്ങൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സാധനം കയ്യിൽ കിട്ടിയപ്പോൾ അതും വായിലിട്ട് ഈ ജീവികൾ നേരെ വെള്ളത്തിനടിയിലേക്ക് തന്നെ പോവാ. അങ്ങനെ കുറച്ചു നേരത്തെ ആ യാത്രയ്ക്ക് ശേഷം, യാത്രയല്ല തുഴച്ചില്, അങ്ങനെ തുഴഞ്ഞ് നദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഇവരെത്തി. പോയേണ്ട ആ ഒരു ലൊക്കേഷനിലേക്ക് ഇനി നടന്നു വേണം പോവാന്. അതിന് മുന്നേ ആയിട്ട് ഇവരെല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കാർസൻ അവന്റെ ബേഗിൽ നോക്കിയപ്പോൾ അവൻ ചെറിയ പ്രായത്തില് അച്ഛൻ കഥ പറഞ്ഞു തരുമ്പോൾ ആ കഥയിൽ ഓരോ ചിത്രങ്ങൾ വരക്കുമായിരുന്നല്ലോ. ആ ചിത്രമൊക്കെ അവന് വേണ്ടി അവന്റെ അമ്മ ബേഗിൽ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ എമിലി കാണുന്നുണ്ട്. ഓഹോ, അമ്മച്ചിയുടെ കുണുവാവയാണല്ലേ, മോന്റെ ഇഷ്ടത്തിനായിട്ട് ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും കാർസൻ ഇപ്പൊ ആ ഒരു ചിത്രമൊക്കെ മേടിക്കുകയാണ്. അതായത് വലിയ ഭംഗിയുള്ള ചിത്രങ്ങളൊന്നും അല്ല കേട്ടോ. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ വരക്കുക അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ. എന്തായാലും ഇപ്പൊ ജോമോ ഇവര് രണ്ടുപേരും ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇനി നീ ഹെൽപ്പ് ചെയ്യേണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് പൊയ്ക്കോന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും നിങ്ങളോട് ഒരു കടപ്പാടുണ്ട്. നിങ്ങളുടെ ഈ ഒരു യാത്ര തീരുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാൻ വരാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ കാർസനും എമിലിയും പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, നീ ബുദ്ധിമുട്ടണ്ട, പൊക്കോന്ന് പറയാണ്. എന്നാൽ ശരി, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോമോ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം കാർസനും എമിലിയും കൂടെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിലെ ഒരു കടയിലേക്കാണ് പോകുന്നത്. കാരണം ആ കടയിലെ എവിടെയോ ആണ് ഈ ചാവയുടെ പകുതി ഭാഗം അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കടയിലേക്ക് ഇവർ വരുന്നുണ്ട്. എന്നാൽ ആ കടയുടെ മുതലാളി അല്ലെങ്കിൽ ആ കടയുടെ ഓണർ ഉണ്ടല്ലോ, അയാൾ എന്തോ ചെയ്തിട്ട് ജനറൽ സാമിർ ആ കടക്കാരന്റെ വേഷത്തിൽ അവിടെ നിൽക്കായിരുന്നു. ഇവർക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ഇയാൾ പറയണ, നീ ഉള്ളിൽ പോയിട്ട് ആ ഒരു ചാവി തപ്പിയെടുത്തു എന്ന് പറയണം. അതായത് ഇയാൾക്ക് അറിയില്ല അത് എവിടെയാന്ന്. ഒരു പഴയ കടയാണ്. എന്തായാലും അവന്റെ കയ്യിലുള്ള ആ ഒരു ചാവിയുടെ ക്ലൂ ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് ചാവിയുടെ മറുഭാഗം ഇവൻ കണ്ടുപിടിക്കുകയാണ് കാർസൻ. ഇതേ നേരം തന്നെ എമിലി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ വില്ലന്റെ ആൾക്കാരുണ്ടല്ലോ ഒരു ജീപ്പിൽ അങ്ങോട്ടേക്ക് വരികയാണ്. വേഗം തന്നെ ഈ കാര്യം പറയാനായിട്ട് എമിലി കാർസന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ അടുത്ത് തന്നെ കടയുടെ ആ ഓണർ ഉണ്ടായിരുന്നു, വേഷം മാറി നിൽക്കുന്ന ജനറൽ സാമിർ. എന്നാൽ പെട്ടെന്ന് എമിലിക്ക് ഒരു കാര്യം കാണാൻ പറ്റി. ഈ കടക്കാരന്റെ കാലിന്റെ ഭാഗത്ത്, അതായത് ഒരു കറുത്ത പെയിന്റും അതുപോലെ തന്നെ ബൂട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാധാരണ കച്ചവടക്കാരൻ ഈ ഒരു രീതിയിൽ ബൂട്ടിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തന്നെ കാര്യം മനസ്സിലായ എമിലി നൈസ് ആയിട്ട് കാർസനോട് കാര്യങ്ങൾ പറയാൻ പോവാണ്. അതിന് മുന്നേ ഇയാളുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്, ഒരു കൂജ വെച്ച്. ഇയാളപ്പം തന്നെ അവിടെ വീണു പോയി കേട്ടോ. നീ എന്തിനാ ഇയാൾ അടിച്ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, നീ വാ, ഇത് വലിയൊരു ട്രാപ്പാണ്, വേഗം ഇവിടുന്ന് പോണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാർസനും എമിലിയും അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുകയാണ്. അതേ സമയത്ത് ഈ കടയിൽ തന്നെ നമ്മുടെ കാർസന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ഒരു പഴയ മാപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കാർസൻ ഇത് കൈക്കലാക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ മുകളിൽ ഒരു മരത്തിന്റെ ജനലുണ്ടായിരുന്നു. ഇതെല്ലാം ചവിട്ടി പൊളിച്ച് ഇവർ പുറത്തേക്ക് ചാടുകയാണ്. പിന്നാലെ ആ ഒരു വില്ലന്റെ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും താഴേക്ക് ചാടിയവര് കുറെ പച്ചക്കറിയുടെ മുകളിലേക്കാണ് വീഴുന്നത്. അതുകൊണ്ടൊന്നും പറ്റിയില്ല. ഇതിനുശേഷം ആ ഒരു തെരുവിലൂടെ ഇവർ എഴുന്നേറ്റ് ഓടുന്നുണ്ട്. പിന്നാലെ തന്നെ ഈ വില്ലന്റെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഗണ്ണുപയോഗിച്ച് ഫയർ ചെയ്തുകൊണ്ട്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഓടി ഇവർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ കാർസൻ അവന്റെ
അച്ഛന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അങ്കിൾ ജെറി എന്തായാലും ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കാണുകയാണ്. എന്താ പറ്റിയേ, നിങ്ങൾ ആരെ പേടിച്ച് ഈ ഓടുന്നത്? ഇപ്പൊ കാർസൺ പറയാണ്, ഒന്നും പറയാൻ നേരല്ല അങ്കിളെ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്കിൾ ജെറി വേഗം പറയണം, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ക്യാബിനിലേക്ക് കയറി. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജനറൽ സാമരന്റെ ആൾക്കാർ വന്ന് ഇവരെ തപ്പിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ഒരു സമയത്ത് ട്രെയിനിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ കാർസനും എമിലിയും കുറച്ച് സേഫ് ആയിരുന്നു കേട്ടോ. പയ്യെ ട്രെയിൻ മുന്നോട്ടേക്ക് പോവാണ്. ട്രെയിൻ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് രണ്ടുപേർക്കും ആശ്വാസമായത്. അങ്ങനെ ഇപ്പോ അങ്കിൾ ജെറിയുടെ കൂടെ ഇവരങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. സ്വാഭാവികമായിട്ടും അങ്കിൾ ചോദിക്കും, എന്താടാ നീ ഒപ്പിച്ചു വെച്ചേ, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അങ്കിളെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ വിശദമായിട്ട് പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം. ഓക്കെ ശരിയടാ, നിങ്ങൾ പോയിട്ട് വിശ്രമിക്കുന്നു പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഒരു ക്യാബിൻ കൊടുത്ത് അങ്കിൾ അവിടുന്ന് പോവാണ്. പോയി എന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ കാർസനും എമിലിയും കൂടെ ഇവരുടെ കയ്യിൽ കിട്ടിയ ആ ഒരു മാപ്പ് ഉണ്ടല്ലോ അത് വീണ്ടും എടുത്ത് സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഇപ്പൊ ആ ചാവിയുടെ 2 കഷ്ണമുണ്ട്. എന്നെ എങ്ങനെയൊക്കെ തല തിരിച്ചിട്ടും തല മറിച്ചിട്ടും ഒക്കെ നോക്കിയിട്ടും ഈ മാപ്പിൽ ഇതെന്ത് കുന്താന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. കുറെ നേരം അങ്ങനെ നോക്കിയിരുന്ന് ലാസ്റ്റ് ഭ്രാന്ത് പിടിച്ച് കാർസൺ പറയാണ്, ഇത് മാപ്പൊന്നുമില്ല, ഏതോ മ്യൂസിക് വായിക്കാനുള്ള അതിന്റെ ആ ഒരു കോഡ് ഭാഷയാണ്. അതായത് ദേഷ്യത്തിൽ അറിയാതെ കാർസൺ പറഞ്ഞു പോയതാണ്. എന്നാൽ അത് തലയിലങ്ങ് സ്ട്രൈക്കാണ് മ്യൂസിക്, അത് വായിക്കാനുള്ള ആ ഒരു ലാംഗ്വേജ്. പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാവി ഉണ്ടല്ലോ, ആ ചാവി നോക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലൊരു എന്താ പറയുക ഓടക്കുഴൽ പോലെ തോന്നുകയാണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് തോന്നുകയാണ്. സോ രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ അത് തന്നെ. സോ പയ്യെ അതങ്ങനെ വെച്ചിങ്ങനെ വായിക്കുമ്പോൾ ഈ മാപ്പിലെ ചില അടയാളങ്ങൾ അത് പതിയെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അതും ഒരു മല, ആ മലയുടെ ഇടയിലൂടെ ഒരു വഴി. അതായത് ശരിക്കും ഈ മാപ്പ് അത് ഓൺ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ യഥാർത്ഥ ലൊക്കേഷൻ കാണിക്കണമെങ്കിൽ ഈ കീ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വെച്ച് അതിൽ ആ ഒരു മ്യൂസിക് പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. എന്തായാലും സംഭവം നമ്മുടെ പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട്, ലൊക്കേഷനും മനസ്സിലായി. അപ്പൊ നാളെ രാവിലെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പോവുകയാണ്. എന്തായാലും ആ ഒരു രാത്രിയിൽ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കാർസൺ നേരെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ജൂഡ്സൺ അതിലൂടെ ഇവനോട് സംസാരിക്കുകയാണ്. അതായത് അവരുടെ കയ്യിലുള്ള എന്തോ ഒരു ടെക്നോളജി വെച്ച് ആ ഒരു മാപ്പും കിട്ടി ചാവിയും കിട്ടി, എന്നാൽ വേഗം തന്നെ ലൈബ്രറിയിലേക്ക് അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചോന്ന് ഇപ്പോൾ കാർസനോട് ജൂഡ്സൺ പറയാണ്. പക്ഷെ ജൂഡ്സന് ഈ ചാവിയും കിട്ടി മാപ്പും കിട്ടി, ഇനി എന്തായാലും അതിന്റെ പിന്നാലെ പോവാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാണ്. വേഗം തന്നെ കുറച്ച് പേസ്റ്റ് എടുത്ത് ആ ഒരു കണ്ണാടിയിലും തേച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ എമിലി ഉണ്ടല്ലോ അവളെയും കൂട്ടിയിട്ട് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്നാണ് അവർക്ക് ആ ഒരു മലയുടെ അടുത്തേക്ക് പോകാനുള്ളത്. കാരണം അവിടെയാണ് സോളമൻ രാജാവിന്റെ ആ ഒരു ട്രഷർ ഉള്ളത്. പക്ഷെ ഇവനിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അങ്കിൾ ജെറി വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണോ, വെറുതെ പണിയിട്ട് കേട്ടോ, മര്യാദക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ഒതുങ്ങി ഇരുന്നോടറാന്ന് ചോദിക്കുമ്പോൾ കാർസൺ പറയണം, എന്റെ പൊന്നങ്കിളെ ഇതൊന്നുമല്ല, ഇത് വേറെ സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല അങ്കിളെ, ഞാൻ എന്തായാലും വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അങ്കിളിന് വിശദമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും മോനെ നീ പോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെയാണ്. ഇതിനുശേഷം നമ്മുടെ കാർസനും എമിലിയും കൂടെ അവർക്ക് മനസ്സിലായ ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാർസിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഒരു തോന്നല് വരികയാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവൻ ചെറുപ്പത്തിൽ വരച്ച ചിത്രങ്ങള് അവന്റെ ബാഗിൽ അവന്റെ അമ്മ വെച്ചായിരുന്നല്ലോ. ഇപ്പൊ ആ ഒരു ചിത്രങ്ങൾ വേഗം തന്നെ കാർസൻ എടുത്തു വെക്കുമ്പോൾ അത് തന്നെ അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ കഥയിലെ ഓരോ സ്ഥലങ്ങളും അവൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ അവൻ കാണുന്ന ഓരോന്നും അവനിങ്ങനെ മനസ്സിലാകുകയാണ്. ആ മരം, ആ താഴ്വര, ആ മൈതാനങ്ങൾ എല്ലാം അവനിങ്ങനെ മനസ്സിലാവുകയാണ്. അങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരു മരത്തിന്റെ മുന്നിൽ ഇവരെത്തുന്നുണ്ട്. ഇനി ഈ മരം കടന്ന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരു കഥയിലൂടെ ആ കാര്യവും കാർസന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മരത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള വേരുണ്ടാവും, ആ വേര് പിടിച്ച് വലിച്ചാൽ മതി. അങ്ങനെ അത് പിടിച്ച് വലിച്ചപ്പോൾ അവിടെ ഒരു ഡോറ് പോലെ ഒന്ന് പൊന്തി വരികയാണ്, അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഒരു വഴി പോലെ. എന്തായാലും അതിലൂടെ സകല ധൈര്യം സംഭരിച്ച് നമ്മുടെ കാർസനും എമിലിയും കൂടെ പയ്യെ ഇറങ്ങി ചെല്ലുകയാണ്. അടിയിലാണെങ്കിൽ കൂരിട്ട് മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിറയെ വവ്വാലുകളും. എന്തൊക്കെ അപകടം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇരുട്ടായതുകൊണ്ട് തന്നെ എമിലി ആ ടോർച്ച് കത്തിക്കാൻ നിൽക്കുമ്പോൾ കാർസൺ പറയണം, ഒരു കാരണവശാലും ചെയ്യണ്ട, കാരണം ചിലപ്പോൾ ഈ ലൈറ്റ് കാണുമ്പോൾ ഇവറ്റകൾ ഡിസ്റ്റർബ് ആവും, അത് നമുക്ക് തന്നെ പണിയാവും, പയ്യെ വാ നമുക്ക് നോക്കാം. അങ്ങനെ ആ അരണ്ട വിളിച്ചതിൽ കുറച്ച് ദൂരം ആ ഒരു ഗുഹയിലൂടെ ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോൾ ചെറിയൊരു നേരിയ മഞ്ഞ വിളിച്ച വരാൻ തുടങ്ങി. അവര് പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ കുഴിയും അതിന് കുറുകെയായിട്ട് ചെറിയൊരു പാലും അതിനടിയിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയാ ലാവയുണ്ടല്ലോ അതൊക്കെ ഇവർ കാണുകയാണ്. ഇതിനപ്പുറത്തായിട്ടാണ്, അതായത് ഈ ലാവയൊക്കെ ഒഴുകുന്ന ആ ഒരു വലിയ കുഴിയുണ്ട്, ഇതിനപ്പുറത്തായിട്ട് ഇവരെന്തോ ഒന്ന് കാണുകയാണ്. സോ അവിടെ തന്നെയാണ് കിങ് സോളമന്റെ ആ ഒരു ട്രഷർ ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് കടക്കണമെങ്കിലോ വളരെ ചെറുതായിട്ടുള്ള വലിയ വീതിയൊന്നും ഇല്ലാത്ത ഒരു പാലം, അതിലൂടെ വളരെ സൂക്ഷ്മമായിട്ട് കാർസനും എമിലി പയ്യെ അങ്ങനെ പോവുകയാണ്. ഇതിനുശേഷം ഇവർ മറ്റൊരു ചെറിയ ഹാളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെറിയൊരു അമ്പലം പോലെ എന്തോ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രം പോലെ ഒരു സ്ഥലം. ഇവിടെയാണ് എല്ലാ സമ്പത്തും എല്ലാ രഹസ്യം ഉണ്ടാവുക എന്ന് കരുതി ആവേശത്തിൽ കാർസനും എമിലിയും കൂടെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഒന്നുമില്ല, കാലിയായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ എമിലി ആണെങ്കിൽ ആകെ നിരാശയായിട്ട് പറയണം, ഈ മണ്ടന്റെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോഴേ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ എമിലി ഭയങ്കര നിരാശയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കാർസൻ ഉണ്ടല്ലോ അവൻ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം. മാത്രമല്ല അവൻ ചെറുപ്പത്തിൽ വരച്ച ഒരു ചിത്രങ്ങൾ, അതിലൊരെണ്ണത്തിൽ ഇതാ ഈ ശില്പത്തിന്റെ ചിത്രമുണ്ട്. അതിനർത്ഥം ഇവിടെ എന്തോ മറ്റൊരു ക്ലൂ ഉണ്ട്. ആ ക്ലൂ വഴി വേണം ഇനി അടുത്ത ആ ഒരു ഘട്ടത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ കാർസൻ അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഈ ശില്പത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഹോൾ കാണുകയാണ്. ആ
കീ ഹോളിന്റെ ഷേപ്പ് അത് കണ്ടപ്പോ തന്നെ കാർസന് ഒരു സംശയം തോന്നിയിട്ട് അവന് അവന്റെ അച്ഛൻ വഴി പരമ്പരാഗതമായിട്ട് കിട്ടിയ ആ ലോക്കറ്റ് ഉണ്ടല്ലോ അത് പതിയെ അവൻ അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചപ്പോ താഴെ നമ്മുടെ എമിലി ഇരിക്കുന്നുണ്ടല്ലോ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വാതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വരികയാണ്. പെട്ടെന്നായതുകൊണ്ട് അവളാകെ പേടിച്ചുപോയി. എന്നാൽ ഇത് തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും നല്ല ശക്തമായിട്ടുള്ള മഞ്ഞ വെളിച്ചം വരികയാണ്. രണ്ടുപേരും ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, താണ്ടെ കിടക്കുന്ന കൂമ്പാരമായിട്ട് സ്വർണ്ണങ്ങൾ. അപ്പൊ പഴയ കഥയൊന്നും കഥയല്ല, അത് സത്യമാണെന്ന് ഇപ്പൊ എമിലിക്കും മനസ്സിലായി, കാർസനും മനസ്സിലായി. ഇപ്പൊ ആ ഒരു നിധികൾക്കിടയിൽ വെച്ച് കാർസന് ആ പുസ്തകം കിട്ടുകയാണ്. കിങ് സോളമന്റെ അമൂല്യമായിട്ടുള്ള പല രഹസ്യങ്ങളും പല ശക്തികളും അടങ്ങിയ ആ ഒരു പുസ്തകം. മാത്രമല്ല നമ്മുടെ എമിലി ആണെങ്കിൽ കുറെ കാലമായിട്ട് റിസർച്ച് ചെയ്യുന്നത് ഈ കിങ് സോളമന്റെ ഭാര്യയെ കുറിച്ചാണ്. അവരുടെ ആ ഒരു ശില്പവും അവരുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗുഹയിൽ വെച്ച് ഇപ്പൊ നമ്മുടെ എമിലിക്ക് കിട്ടുകയാണ്. അവളുടെ പര്യവേഷണത്തിന് ഇത് ഭയങ്കര ഒരു അത് തന്നെ അവളുടെ പര്യവേഷണത്തിന് ഇത് വലിയൊരു സഹായമാകും. കാരണം ഒരുപാട് വിവരങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അവൾക്ക്. ഇതിന് പുറമെ നമ്മുടെ കാർസന് ആ ഒരു മാന്ത്രിക പുസ്തകം കിട്ടിയെന്ന് പറയുന്നില്ലേ, പതിയെ അവനത് തുറന്നു നോക്കിയപ്പോ അതിലെ അക്ഷരങ്ങളൊക്കെ പതിയെ തിളങ്ങുകയാണ്. ആ അക്ഷരങ്ങൾ അവനെ വശീകരിക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. അതിലേക്ക് അവൻ അലിഞ്ഞു ചേരുമ്പോൾ പെട്ടെന്ന് എമിലി അവനെ വിളിക്കുകയാണ്. ഇപ്പോഴാണ് കാർസന് സ്വബോധം തിരിച്ചു കിട്ടിയത്. അവൻ വേഗം തന്നെ ആ ഒരു പുസ്തകം അടച്ചു വെച്ച് ആ പുസ്തകമായിട്ട് ഇവരിവിടുന്ന് ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ദാണ്ടെ തൊട്ട് മുന്നിൽ തന്നെ ജനറൽ സാമർ നിൽക്കുകയാണ്. ഇയാളുടെ ആൾക്കാരും ഉണ്ട്. ഇവരുടെ കൂടെ തന്നെ ഇവർ കൊണ്ടുവന്ന അങ്കിൾ ജെറിയും ഉണ്ട്. ഇപ്പൊ ജെറിയ അവിടെ വെച്ച് ഒരു ചവിട്ടി കൂട്ടുകയാണ്. എന്തിനാണെന്നല്ലേ, മര്യാദക്ക് കാർസന്റെ കയ്യിൽ ആ ഒരു പുസ്തകം തരികയാണെങ്കിൽ ഇയാളെ ജീവനോടെ വിടാന്ന് പറയാം. ആദ്യമൊക്കെ നമ്മുടെ കാർസനൊന്നും മടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സാമർ ഇയാളിട്ട് നല്ല ഇഞ്ച കുത്തുകുത്തുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് കാർസന് ആ ഒരു പുസ്തകം അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതായത് ജനറൽ സാമറിന്റെ കയ്യിലേക്ക്. അടുത്ത നിമിഷം തന്നെ സാമർ ആ പുസ്തകം അങ്കിൾ ജെറിക്ക് കൈമാറുകയാണ്. ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. കാർസൻ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അതായത് കഥയുടെ മെയിൻ വില്ലൻ മറ്റാരുമല്ല, ഇവന്റെ അങ്കിളായിട്ടുള്ള അങ്കിൾ ജെറി തന്നെയാണ്. ഇപ്പൊ ജെറി ഒരുമാതിരി വൃത്തിയായിട്ട ചിരിയും ചിരിച്ചിട്ട് നമ്മുടെ കാർസനെ നോക്കിയിട്ട് പറയണം, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊക്കെ വിട്ട് വീട്ടിക്ക് പോയിക്കോന്ന്. എന്നാ നീ കേട്ടില്ല, നിനക്ക് ഇതിന്റെ പിന്നാലെ വരണം. നീ പിന്നാലെ വന്നതല്ല, ഞാൻ ശരിക്കും നിന്നെ ഇതിന്റെ പിന്നാലെ വരുത്തിച്ചതാണ്. ഇത് ഭയങ്കര ഷോക്കായി പോയിട്ട് കാർസൻ ചോദിക്കാണ്, അപ്പൊ എല്ലാത്തിനും പിന്നിൽ നിങ്ങളായിരുന്നല്ലേ, എന്തിനാണോ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഞങ്ങളെ കൊണ്ട്? ഈ സമയത്ത് അങ്കിൾ ജെറി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നിനക്കറിയോ, നിന്റെ തന്തയുണ്ടല്ലോ, അവനോട് പലതവണ ഞാൻ പറഞ്ഞതാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. അവന് പറ്റില്ല, അവന് ഭയങ്കര ആദർശമായിരുന്നു, ലോകത്തിന്റെ നന്മ കൊന്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവനെ തട്ടേണ്ടി വന്നു. ഞാൻ തന്നെയാണ് നിന്റെ തന്തയെ കൊന്നത്. ആകെ സങ്കടപ്പെട്ടു പോയ കാർസൻ ചോദിക്കാണ്, എടോ നിങ്ങളുടെ ഒറ്റ ചങ്ങാതി ആയിരുന്നില്ല എന്റെ അച്ഛൻ, പിന്നെ എന്തിനാ അദ്ദേഹത്തെ കൊന്നത്? ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് അങ്കിൾ ജെറി പറയാണ്, ചങ്ങാതി, ഒരു വല്ലാത്ത ചങ്ങാതി തന്നെ. ഞാൻ പ്രണയിച്ച എന്റെ പെണ്ണിനെയാണ് നിന്റെ തന്ത അടിച്ചു കൊണ്ടുപോയത്. നിന്റെ അമ്മയെ ഞാൻ എത്ര സ്നേഹിച്ചെന്ന് നിനക്കറിയോ, എത്ര ആഗ്രഹിച്ചതെന്ന് അറിയോ? പക്ഷെ നോക്കിക്കോ, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഈ പുസ്തകം കൊണ്ട് നേടിയെടുക്കുന്ന പറയാണ്. എനിക്ക് പഴയ കാലത്തിലേക്ക് ഇനി ഈ പുസ്തകം വെച്ച് വളരെ എളുപ്പത്തിൽ പോകാൻ കഴിയും. അതിലൂടെ തന്നെ ഭൂതകാലത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും എനിക്ക് മാറ്റാൻ പറ്റും. നിന്റെ അച്ഛനെ ഞാൻ ചെറുപ്പത്തിലേക്ക് ഒന്നുകളയും, പിന്നെ നിന്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ഈ ഒരു പുസ്തകം വെച്ച് നേടിയെടുക്കണം. സമയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മഹാമാന്ത്രികനായിട്ട് ഞാൻ മാറും. എന്നാൽ കാർസൻ പറയാണ്, നിങ്ങൾ വിഡ്ഢിത്തരം കാണിക്കരുത്. കാരണം ഈ പുസ്തകം നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം ആപത്താണ് നമ്മുടെ ലോകത്തിന്. കാരണം എന്താണ്, സോളമൻ രാജാവിന്റെ പടയാളികളുടെ ആത്മാക്കള് ഇത് കാരണം ഉണരും, അത് മനുഷ്യകുലത്തിന് ആപത്താവും. ഇത് കേട്ട സമയത്ത് ഈ ജെറി പറയുന്നത്, നശിച്ചോട്ടെ, കാരണം ഒന്ന് നശിച്ചാലല്ലേ മറ്റൊരു കാര്യം ഉണ്ടാവുള്ളൂ, മറ്റൊരു നന്മ നടക്കുള്ളൂ. അതിലെനിക്കൊരു പ്രശ്നമില്ല. രണ്ടെണ്ണത്തിനെ അടിച്ച് കൊന്നു കളയാൻ വേണ്ടി ഇപ്പോ അങ്കിൾ ജെറി പറയാണ്. അതായത് ഇയാളുടെ സ്നേഹമൊക്കെ വെറും കാപട്യായിരുന്നു. എന്നെങ്കിലും നമ്മുടെ കാർസൻ ഈ ഒരു കാര്യം കണ്ടുപിടിക്കും, അതിലൂടെ അത് തനിക്ക് സ്വന്തമാക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വെച്ച് നമ്മുടെ കാർസനെയും എമിലിയും ഒറ്റയടിക്ക് കൊല്ലാതെ ജനറൽ സാമർ ഇവരൊരു ചേംബറിലിട്ട് പൂട്ടുകയാണ്. അതായത് ഇത് എടുക്കാൻ വരുന്ന ആൾക്കാരെ പെടുത്താനായിട്ടുള്ള ഒരു ചേംബർ ആയിരുന്നു അത്. നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ചാവണ്ട, അനുഭവിച്ച് ചാവ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ട് പൂട്ടിയിട്ട് ജനറൽ അവിടുന്ന് പോകുന്നത്. ഇപ്പൊ ആ ഒരു ചേംബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീളത്തിലുള്ള വളരെ ഇടുങ്ങിയൊരു സ്ഥലമാണ്. പതിയെ പതിയെ മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗം ഇതിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളവും വരുന്നുണ്ട്. അതായത് ശ്വാസം മുട്ടിയാണോ ചതഞ്ഞരഞ്ഞാണോ ഇവർ മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏതാണോ ആദ്യം സംഭവിക്കുക അങ്ങനെ സംഭവിക്കും. എന്ത് ചെയ്യണം എന്നറിയാതെ രണ്ടുപേരും ആകെ കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗം തുറന്ന് ഒരാൾ ഇവരെ രക്ഷപ്പെടുത്തുകയാണ്. മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ജോമോ ഉണ്ടല്ലോ, അവൻ തന്നെ. നീ എങ്ങനെ ഇവിടെ എത്തിയത്, നിനക്ക് എങ്ങനെ ഈ സ്ഥലം മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ജോമോ പറയാണ്, നിങ്ങൾ അന്ന് എന്നെ ഒഴിവാക്കിയില്ലേ, അപ്പം മുതലേ നിങ്ങളുടെ പിന്നാലെ ഞാനുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ആവശ്യം ഉണ്ടാവും. എനിക്ക് നിങ്ങളോടുള്ള ആ ഒരു കടപ്പാട് അത് മറക്കാൻ പറ്റുമോ? എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് നിങ്ങളല്ലേ. എന്തായാലും ആ ഒരു ഗുഹയുടെ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് അങ്കിൾ ജെറി ആ ഒരു പുസ്തകം വായിക്കാൻ ആരംഭിക്കുകയാണ്. അതോടുകൂടിയിട്ട് ആ പുസ്തകം ഈ ജെറിയെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ആ ഒരു വശ്യതയിലേക്ക് അവൻ പെട്ടുപോവാണ്. ഇതേ സമയത്ത് നമ്മുടെ പിള്ളേര് 3 പേരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ജെറിയുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇതിനിടയിൽ ഒരു ഗണ്ണെടുത്ത് ഈ ഒരു ജനറൽ സാമർ നമ്മുടെ കാർസനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നാലെ വന്ന എമിലി അയാളുടെ ആ മൊട്ടത്തലക്ക് നോക്കി ഒരൊറ്റ അടിയടിക്കുകയാണ്. എന്നിട്ട് കാർസനോട് പറയാണ്, നീ പോയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പുസ്തകം എങ്ങനെയെങ്കിലും മേടിക്കാൻ നോക്കി, ഈ ചടങ്ങ് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്ക്. നമ്മുടെ കാർസൻ നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് വിടുകയാണ്. അതുപോലെ തന്നെ ഈ ജനറൽ സാമിർ ആണെങ്കിൽ എമിലിയുടെ പിന്നാലെ കൂടുകയാണ്. എമിലി ഇപ്പൊ അവിടുന്ന് ഓടുകയാണ്.
നേരെ എത്തിയത് നേരത്തെ ഇവര് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു ലൈറ്ററും കത്തിച്ചുകൊണ്ട് ഈ ഒരു ജനറൽ സാമർ വരികയാണ്. ഈ സമയത്ത് അവിടെ വെച്ച് എമിലിക്ക് എന്തോ ഒരു ഫ്യൂൽ ക്യാൻ കിട്ടുകയാണ്. ഇവൾക്ക് എന്തോ ഒരു ഐഡിയ തോന്നിയിട്ട് അതിന്റെ ആ ഒരു ടോപ്പ് ഒരു ഇയാളുടെ മേത്തേക്ക് ഒറ്റ ഒഴിക്കല. ഇതേ സമയത്ത് ആ എണ്ണ അത് ഇയാളുടെ മേത്താവുകയും ചെയ്തു, ഇയാളുടെ ലൈറ്ററിൽ ആ തീ പിടിക്കുകയും ചെയ്തു. ഒക്കെ കൂടിയായിട്ട് ഇയാളുടെ കോട്ടിലേക്ക് ആ തീ ആളി കത്തുകയാണ്. എന്ന് എങ്ങനെയൊക്കെയോ ജനറൽ ആ ഒരു കോട്ട് ഊരിക്കളയാണ്. അതുകൊണ്ട് തീ അവന്റെ ദേഹത്തേക്ക് പടർന്നില്ല. എന്നാൽ ഇതുപോലെ വെളിച്ചവും ബഹളൊക്കെ ഉണ്ടായപ്പോൾ വവ്വാലുകൾ ഒക്കെ കൂടെ അഗ്രസീവായിട്ട് ഇയാളുടെ ദേഹത്ത് കയറിയിട്ട് മാന്തി പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ കാർസൻ ആ ഒരു പുസ്തകം എടുക്കാനായിട്ട് അങ്കിൾ ജെറിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ജെറി ആണെങ്കിലും ആ ഒരു പുസ്തകം വായിച്ച് അതിലെ ആ ഒരു ലെറ്റേഴ്സ് എല്ലാം പതിയെ പതിയെ തിളങ്ങാൻ തുടങ്ങി. അതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു കുളം, അതിൽ നിറയെ ലാവ് പോലെ തിളച്ച് മറിയുന്ന ആ ഒരു എന്താ പറയാ കല്ലുരുകിയത്. അതിന്റെ നടുവിലായിട്ട് ഒരു സർക്കിൾ പോലെ രൂപപ്പെട്ട് അതിലൂടെ ഇപ്പൊ ഒരു കാഴ്ച കാണുകയാണ്. അതായത് അങ്കിൾ ജെറി ആഗ്രഹിച്ച ആ സമയത്തേക്ക് ഇയാൾക്ക് പോകാൻ പറ്റുന്ന ഒരു പോർട്ടൽ അവിടെ രൂപപ്പെടുന്നുണ്ട്. ആ പോർട്ടലിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കാർസനെ നോക്കുകയാണ്. അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, അവന്റെ അമ്മ അതുപോലെ തന്നെ അവന്റെ അച്ഛൻ രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു ബാർ. ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. അവിടെ തന്നെ ഈ അങ്കിൾ ജെറിയും ഉണ്ടായിരുന്നു. അതായത് ഇയാൾ ആ ഒരു ടൈം ലൈനിലേക്ക് ഇനി പോകാൻ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പുസ്തകം ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു വലിയ അപകടം ഇവിടെ ഉണ്ടാവുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സോളമൻ രാജാവിന്റെ ഒരുപാട് പടയാളികളുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. ഈ ആത്മാക്കൾ മുഴുവൻ പതിയെ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. അത് ആ ഒരു പുസ്തകത്തിന്റെ ശക്തി കാരണമാണ്. ഇപ്പൊ ചെറിയാണെങ്കിൽ ആ മന്ത്രങ്ങൾ അത് കൂടുതലായിട്ട് ചൊല്ലുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കാർസൻ അങ്ങോട്ടേക്ക് വന്ന് ആ പുസ്തകം തട്ടിപ്പറിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന അങ്കിൾ ജെറി പറയാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല, നിനക്ക് നഷ്ടമായ പലതും ഈ പുസ്തകത്തിലൂടെ നിനക്ക് നേടാൻ കഴിയും. നിന്റെ അച്ഛനെ വരെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്റെ കൂടെ നിൽക്ക്, ഞാൻ പറയുന്നത് പോലെ ആ ഒരു മന്ത്രം ചൊല്ലുന്നു പറയാണ്. എന്നാൽ ആ ഒരു പുസ്തകത്തിന്റെ വലയത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് കാർസനും പറ്റുന്നില്ല. അവനും ആ ഒരു പുസ്തകം തുറന്ന് പതിയെ പതിയെ മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിക്കുകയാണ്. ഇപ്പൊ ആ ഒരു എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും അവന്റെ അച്ഛന്റെ അതേ രൂപമുള്ള ഒരു രൂപം പതിയെ പതിയെ ഉണ്ടായി വരികയാണ്. പൂർണ്ണമായിട്ടും ആ ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക ശക്തിയിൽ അവൻ പെട്ടുപോയി. എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പോലും അവനൊരു ബോധമില്ലാതെ ചെയ്യുന്നത്. ഇന്ന് ഇതേ സമയത്ത് തന്നെ എമിലി അപകടം മനസ്സിലാക്കിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കണ്ണാടി പോലെ എന്തോ ഒന്ന് ഉപയോഗിച്ച് അത് നമ്മുടെ കാർസിന്റെ കഴുത്തിലെ ആ ലോക്കറ്റ് ഉണ്ടല്ലോ അതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ അത് തിളങ്ങാൻ ആരംഭിച്ചു. അടുത്ത നിമിഷം തന്നെ കാർസിന് സ്വബോധം വരികയാണ്. ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ആ ഒരു പുസ്തകം ഉണ്ടല്ലോ അത് അടച്ചു വെച്ച് അതിന്റെ മാന്ത്രിക വലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അത് ആ തീയിലേക്ക് ഒരൊറ്റ ഏറിയാണ്. ഇത് കണ്ടു നിന്ന് സഹിക്കാൻ പറ്റാത്ത അങ്കിൾ ജെറി ആ പുസ്തകത്തിന്റെ കൂടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് എടുത്തു ചാടുകയാണ്. കാരണം ഇയാളുടെ ലൈഫ് മുഴുവൻ ഇയാൾ തേടി നടന്നത് ഇതേ പുസ്തകത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തീയിലേക്ക് വീണ ആ ഒരു പുസ്തകം നശിച്ചതോട് കൂടിയിട്ട് ആ ഒരു പോർട്ടലും നശിക്കുകയാണ്. അതുപോലെ തന്നെ അത് വെറും ഒരു തീയായി മാറിയിട്ട് അതിൽ വെന്തുരുകയാണ് അങ്കിൾ ജെറി. ഇപ്പോ അതിന്റെ കൂടെ എഴുന്നേറ്റ് വന്ന ആത്മാക്കളുണ്ടല്ലോ പതിയെ പതിയെ അവറ്റകൾ തിരിച്ചു പോവാണ്. അതിന്റെ കൂടെ ഈ ഒരു കോട്ടയം തകർന്ന് വീഴാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ വേഗം നമ്മുടെ ജോമോ, കാർസൻ, എമിലി ഇവർ അതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഇവർക്ക് ഇവരുടെ നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇപ്പൊ നമ്മുടെ കാർസൻ എമിലിയെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എമിലി പറയാണ്, എനിക്ക് എന്റെ പര്യവേഷണം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒരു 2 മാസത്തെ കോൺട്രാക്ട് ഇവിടെ അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. ശരി, അങ്ങനെ ഇപ്പൊ ജോമോയും കാർസനും എല്ലാവരും യാത്ര പറഞ്ഞ് അവരുടേതായ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കാർസൻ അവന്റെ ആ ഒരു ലൈബ്രറി അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ ജോഡ്സനും ഉണ്ടായിരുന്നു. ഇപ്പൊ ജോഡ്സനോട് കാർസൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ അന്നേ പറഞ്ഞാ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്റെ ബുദ്ധിമോശം കാരണം ഞാൻ അതിന്റെ പിന്നാലെ പോയി, അത് വലിയ അബദ്ധമായി പോയി. ഇതേ സമയത്ത് തന്നെ ജോഡ്സൺ പറയാണ്, നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചില സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിന്നെക്കൊണ്ട് നല്ല രീതിയിൽ പറ്റും. ആ പുസ്തകത്തിലെ മന്ത്രവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നറിഞ്ഞിട്ടും അതുമൂലം നമ്മുടെ ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നീ അത് വേണ്ടാന്ന് വെച്ചു. നീ അവിടെ വലിയൊരു ത്യാഗമല്ലേ ചെയ്തു. സോ നിന്റെ ഡിസിഷൻ എപ്പോഴും അത് ശരിയായിരിക്കും എന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന പലതരം സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ഇവരുടെ ആ ഒരു മ്യൂസിയത്തിലേക്ക് തന്നെ സേഫ് ആയിട്ട് കൊണ്ടുവെക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ട്രഷർ ഹണ്ടിങ് മൂവീസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.